ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഒന്നും കാണാതെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ടും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ പറ്റിയിട്ടും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്തു വരുന്നുണ്ട്. സോ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളൊരു പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ അവിടെ പൈസ കൊടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വോളിയമാണ്. വോളിയം എന്താണ് എന്നും വോളിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്, വിശദമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ വോളിയം എന്താണെന്നും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ ക്ലിയർ ആവുന്നതായിരിക്കും. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വോളിയം എന്താണ്, അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എന്താണ് വോളിയം, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു എക്സാമ്പിളോട് കൂടിയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു ബസ് സ്റ്റാൻഡ്, അവിടെ ഒരു ബസ് എടുക്കുന്നുണ്ട്. ആ ബസ്സിൽ നിങ്ങൾ കയറിയിരിക്കുകയാണ്. ഒരു 9 മണി ആയപ്പോൾ ഒരാൾ അതിലേക്ക് ഒരു കൊട്ട പഴവുമായിട്ട് അല്ലെങ്കിൽ ഒരു കൊട്ട ആപ്പിളുമായിട്ട് ഒരാൾ കയറി വരികയാണ് ആ ബസ്സിലേക്ക്. അയാളുടെ കയ്യിൽ ഒരു 5 കിലോ ആപ്പിളാണുള്ളത്. ഒരു 10 മണിക്ക് അയാൾ തിരിച്ചിറങ്ങി പോവുകയാണ്. ഈ 10 മണിക്ക് അയാൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ അയാളുടെ കയ്യിലുള്ള 5 കിലോ ആപ്പിളും അയാൾ ആ ബസ്സിലുള്ള ആളുകൾക്ക് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു, വിറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 9 മണി മുതൽ 10 മണി വരെയുള്ള ആ ഒരു സമയത്ത് ഒരു 5 കിലോ ആപ്പിളിൻ്റെ കച്ചവടം ആ ബസ്സിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ 9 മണി മുതൽ 10 മണി വരെയുള്ള ആ ഒരു സമയം കൊണ്ട് അയാൾ 5 കിലോ ആപ്പിൾ ആ ബസ്സിലുള്ള ആളുകൾക്ക് സെല് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. അപ്പോൾ 5 കിലോ ആപ്പിളിൻ്റെ ഒരു ട്രേഡാണ് ഈ 1 മണിക്കൂർ നേരം കൊണ്ട് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് 5 കിലോ ആപ്പിളാണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്ര കച്ചവടം അവിടെ നടന്നു, എത്ര ട്രേഡ് അവിടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വോളിയം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വോളിയം എങ്ങനെയാണ് ഒരു പ്രൈസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. സ്ക്രീനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വോളിയം എങ്ങനെയാണ് ഒരു പ്രൈസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീണ്ടും ഒരു കഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ വീണ്ടും ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ തൃശ്ശൂർ തന്നെ എടുക്കാം. തൃശ്ശൂരിൽ ഒരു സെന്റിന് 1 ലക്ഷം രൂപയാണ് വില എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, ശരിക്കാണ് കിട്ടില്ല എന്നറിയാം. ഒരു സെന്റിന് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. നാളെ ഒരു 5 പേര് വന്നിട്ട് ഒരു 5 സെന്റ് സ്ഥലം ഒരു 2 ലക്ഷം രൂപ പെർ സെന്റ് എന്നുള്ള ഒരു റേറ്റിൽ വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തിനും ഈ 2 ലക്ഷം രൂപ സെന്റിന് വരുമോ? ഒരിക്കലുമില്ല. കാരണം അവിടുത്തെ സെന്റിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയാണ്. കുറച്ച് പേര് വന്നിട്ട് ഒരു 2 ലക്ഷം രൂപയ്ക്ക് കുറച്ച് സ്ഥലം ഒരു 2 ലക്ഷം രൂപ പെർ സെന്റ് എന്നുള്ള നിരക്കിൽ വാങ്ങിയെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അവിടുത്തെ സ്ഥലത്തിന്റെ വില കൂടാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒരു സെന്റിന് 2 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവിടുത്തെ സ്ഥലം വാങ്ങിക്കാനായിട്ട് തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സെന്റിന് 2 ലക്ഷം രൂപ എന്നുള്ള രീതിയിലേക്ക് വില ഉയരുന്നതായിരിക്കും. അവിടെ വില കൂടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഹൈ ക്വാണ്ടിറ്റി ഓഫ് ലാൻഡുകൾ ഈ പറയുന്ന പോലെ ഒരു 2 ലക്ഷം രൂപയ്ക്ക് പെർ സെന്റിന് 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങാനായിട്ട് തയ്യാറായിട്ട് വരികയാണ്. ഓക്കെ, സിമ്പിൾ ലോജിക്കാണ്. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. ഒരു 100 രൂപയുള്ള സാധനം ഒരു 150 രൂപയ്ക്ക് വാങ്ങാനായിട്ട് ഒരുപാട് ആളുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സാധനത്തിന്റെ വില 150 രൂപയായിട്ട് മാറും. ഇതുപോലെ തന്നെ നേരെ തിരിച്ചും ഒരു 100 രൂപ വിലയുള്ള സാധനം ഒരു 50 രൂപയ്ക്ക് ഒരുപാട് ആളുകൾ വാങ്ങിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വില കുറയും. ഓക്കെ, അപ്പോൾ ആ ഒരു സിമ്പിൾ ലോജിക്ക് തന്നെയാണ്. കൂടുതൽ ട്രേഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വോളിയം കയറി വരുമ്പോഴാണ് അതൊരു പ്രൈസിനെ സപ്പോർട്ട് ചെയ്യുക. ഒരു സാധനത്തിനും വെറുതെ അതിൻ്റെ വില കൂടി പോവില്ല. ആ വില കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിലയ്ക്ക് സാധനം വാങ്ങിക്കാനായിട്ട് ആളുകളുണ്ട്. ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൈസ് കൂടിയിട്ടുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് ആണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട. ഇനി അങ്ങോട്ട് തുടർന്ന് പോകുമ്പോൾ നമ്മൾ ആ കൺഫ്യൂഷൻസ് എല്ലാം തന്നെ ക്ലിയർ ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്ക്രീനിൽ പോയിട്ട് കുറച്ചുകൂടെ വിശദമായിട്ട് വോളിയം എന്താണെന്നും അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നും അതിൻ്റെ യൂസസ് എന്താണെന്നും എങ്ങനെ നമുക്ക് വോളിയം ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നേരെ സ്ക്രീനിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ വോളിയത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റും അതുപോലെ തന്നെ ചെറിയൊരു എക്സാമ്പിളോട് കൂടിയിട്ടൊക്കെ നമ്മളത് അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലൊരു ഡെഫിനേഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് വോളിയം ഓർ ട്രേഡിംഗ് വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് എ സെക്യൂരിറ്റി ദാറ്റ് വാസ് ട്രേഡഡ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ടൈം പീരീഡിൽ എത്ര ട്രേഡ് നടന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വോളിയം എന്ന് പറയുന്നത് കൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിളോട് കൂടിയിട്ട് തന്നെ പറഞ്ഞു തരാം. നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് ബിറ്റ് കോയിൻ ആണെന്ന് വിചാരിക്കാം. ബിറ്റ് കോയിനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു 1 hour ആണ് നമ്മുടെ ടൈം ഫ്രെയിം എന്നും വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഒരാൾ 10 ബിറ്റ് കോയിൻ സെല്ല് ചെയ്യാനായിട്ട് വരാണ്.
ഇയാൾ 10 ബിറ്റ് കോയിൻ സെല്ല് ചെയ്യാനായിട്ട് വരികയാണ്. ഓക്കെ, ആൻഡ് ഇയാളുടെ കയ്യിൽ നിന്നും ഒരു 3 ബിറ്റ് കോയിൻ ഒരാൾ ബൈ ചെയ്യുന്നുണ്ട്, 3 ബിറ്റ് കോയിൻ വേറൊരാൾ ബൈ ചെയ്യുന്നുണ്ട്, ആൻഡ് അവസാനമായിട്ട് 4 ബിറ്റ് കോയിൻ വേറൊരാൾ ബൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു 9 മണി മുതൽ 10 മണി വരെയുള്ള ഈ ഒരു സമയത്ത് ഇവിടെ ടോട്ടലായിട്ട് നടന്നിട്ടുള്ള ട്രേഡാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും ട്രേഡാണ് ഈ ഒരു 9 മണി മുതൽ 10 മണി വരെയുള്ള ഒരു സമയത്ത് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടലായിട്ട് നടന്നിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് 10 ബിറ്റ് കോയിൻ ആണ്. ഓക്കെ, 10 ബിറ്റ് കോയിൻ ആണ് സെല്ല് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ആ 10 ബിറ്റ് കോയിൻ തന്നെയാണ് ഇവിടെ ബൈയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈയിങ് വോളിയം സെല്ലിംഗ് വോളിയം എന്നുള്ള പരിപാടിയൊന്നുമില്ല. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ട്രേഡുകളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് 10 ബിറ്റ് കോയിൻ്റെ ട്രേഡാണ്. സോ അവിടുത്തെ ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ, ഈ ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ 9 മണി മുതൽ 10 മണി വരെയുള്ള ബിറ്റ് കോയിൻ്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ബിറ്റ് കോയിൻ ആണ് അവിടുത്തെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പല ആളുകളും ബൈയിങ് വോളിയം സെല്ലിംഗ് വോളിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് തന്നെ അവിടെ നടന്നിട്ടുള്ള ട്രേഡുകളാണ്. ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ ബൈയിങ് വരുന്നുണ്ട്, സെല്ലിംഗ് വരുന്നുണ്ട്. ഒരാൾ ബൈ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഒരാൾ സെല്ല് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ ബൈയിങ് വോളിയം സെല്ലിംഗ് വോളിയം എന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് അത് രണ്ടും എങ്ങനെയാണ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ പലരും പഠിപ്പിക്കുന്നുണ്ട്. അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. ബൈയിങ് വോളിയം സെല്ലിംഗ് വോളിയം എന്ന് പറയുന്ന സംഭവമില്ല. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബൈയിങ് നടക്കുന്നുണ്ട്, സെല്ലിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബൈയിങ് വോളിയം ആണ് വരുന്നത്, അതുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകും. സെല്ലിംഗ് വോളിയം ആണുള്ളത്, അതുകൊണ്ട് പ്രൈസ് താഴേക്ക് പോകും. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ട്രേഡ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ട്രേഡ് നടക്കുന്നുണ്ട്. ആൻഡ് ഇനി വോളിയം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വോളിയത്തിൻ്റെ യൂസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വോളിയം ക്യാൻ ഇൻഡിക്കേറ്റ് മാർക്കറ്റ് സ്ട്രെങ്ത് as rising markets on increasing volume are typically viewed as strong and healthy. When prices fall on increasing volume, the trend is gathering strength to the downside. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബുൾ മാർക്കറ്റ് ആണ്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വോളിയം കൂടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് പ്രൈസ് മുകളിലേക്ക് പോവാണ്, പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയവും അതിനനുസരിച്ച് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ മനസ്സിലാക്കാൻ സാധിക്കുക, പ്രൈസ് മുകളിലേക്ക് പോകും തോറും അവിടെ കൂടുതൽ ട്രേഡുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടുള്ള ട്രേഡുകളൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പ്രൈസ് മുകളിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ വോളിയവും കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു സ്ട്രെങ്തി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അത്യാവശ്യം സ്ട്രെങ്തോട് കൂടിയിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈസ് താഴേക്ക് വരികയാണ്. പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് പ്രൈസ് വരുമ്പോഴും അവിടെ കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രൈസ് താഴേക്ക് വരുന്നതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഒരുപാട് ആളുകൾ അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വോളിയം കൂടുന്നത്. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള അപ് ട്രെൻഡ് ആയിരിക്കും. പ്രൈസ് താഴേക്ക് വരുമ്പോഴാണ് വോളിയം കൂടുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വോളിയവും അതിൻ്റെ ഒപ്പം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അപ് ട്രെൻഡ്, അതായത് അപ് ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ വോളിയം ലുക്കിംഗ് ഫോർ ലോങ് എൻട്രീസ്. അതായത് പ്രൈസ് മുകളിലേക്ക് പോവാണ്, വോളിയവും കൂടുകയാണ്, അപ്പോൾ നമുക്ക് അവിടെ ലോങ് പൊസിഷൻസ് നോക്കാനായിട്ട് സാധിക്കും. ആൻഡ് പ്രൈസ് മുകളിലേക്ക് പോവാണ്, വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡ് നോട്ട് സപ്പോർട്ടഡ് ബൈ വോളിയം, എക്സിറ്റ് ലോങ് എൻട്രി അപ്പോൺ ഫർദർ സൈൻ ഓഫ് റിവേഴ്സൽ. ഓക്കെ, അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൈസ് ഈ പറയുന്ന രീതിയിൽ മുകളിലേക്ക് പോവാണ്. ഓക്കെ, പക്ഷേ കാര്യമായിട്ടുള്ള വോളിയം ഒന്നുമില്ല, വോളിയം കുറവാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നും ആളുകൾ കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. ഓക്കെ, കാരണം മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ആർക്കും താല്പര്യമില്ല, അധികം ട്രേഡും നടക്കുന്നില്ല. സോ പിന്നീട് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും പ്രൈസ് താഴേക്ക് പോവാണ്, കാര്യമായിട്ടുള്ള വോളിയം ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകാനായിട്ട് ആർക്കും തന്നെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ആൻഡ് അവിടെ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ, മേലേക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സാധ്യതകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, ഉറപ്പ് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ആൻഡ് ഇനി പ്രൈസ് ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്, ഡൗൺ ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ വോളിയം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ആൻഡ് പ്രൈസ് ഡിക്രീസസ്, വോളിയം ഡിക്രീസസ്, ഡൗൺ ട്രെൻഡ് നോട്ട് സപ്പോർട്ടഡ് ബൈ ദ വോളിയം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, പ്രൈസ് മുകളിലേക്ക് പോവാണ്, പ്രൈസ് മുകളിലേക്ക് പോവാണ്, വോളിയവും അതിനോടൊപ്പം തന്നെ മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡാണ്. പ്രൈസ് മുകളിലേക്ക് പോവാണ്, വോളിയം താഴേക്കാണ്, അല്ലെങ്കിൽ വോളിയം കാര്യമായിട്ടൊന്നും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള അപ് ട്രെൻഡ് അല്ല. ഇനി പ്രൈസ് താഴേക്ക് വരികയാണ്, വോളിയം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ്. പ്രൈസ് താഴേക്ക് വരികയാണ്, വോളിയം കാര്യമായിട്ടൊന്നും കൂടുന്നില്ല, വോളിയം താഴേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് അല്ല.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വോളിയവും പ്രൈസിനെയും വോളിയത്തിനെയും സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയത്തിൻ്റെ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇത്രയാണ്. അവിടെ നടക്കുന്ന ട്രേഡുകളാണ് നമുക്ക് വോളിയമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വോളിയം. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ലൈവായിട്ടുള്ള ചാർട്ടിൽ വോളിയം കാണാൻ സാധിക്കുക, അതിൻ്റെ ഇൻഡിക്കേറ്റർ ഏതാണ്, എങ്ങനെയാണ് അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ചാർട്ടിൽ നിൽക്കുന്നത് BNBയുടെ ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്, ഒരു 2 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടേക്ക് നമുക്ക് വോളിയം ഇൻഡിക്കേറ്റർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക. ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് ജസ്റ്റ് വോളിയം എന്ന് സെർച്ച് ചെയ്യാം. വോളിയം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വോളിയം കാണാനായിട്ട് പറ്റും, ഒരുപാട് വോളിയം ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് പറ്റും. അതിൽ വോളിയം എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ തന്നെ സിമ്പിളായിട്ട് വോളിയം എന്ന് മാത്രമുള്ള ഇൻഡിക്കേറ്റർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ചാർട്ടിൽ താഴെ കുറച്ച് റെഡ് ആൻഡ് ഗ്രീൻ ബാർസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെഡ് ആൻഡ് ഗ്രീൻ ബാർസ് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും റെഡ് എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ആയിട്ടുള്ള വോളിയമാണ്, ഗ്രീൻ എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ടുള്ള വോളിയമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, പല ആളുകളും തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, ഈ ഒരു കളറിന് ഇവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. കളറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് കാൻഡിലിൻ്റെ ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കളറിന് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ക്യാൻഡിൽ, ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോമായി, ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് മുകളിലാണ് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന വോളിയം ബാർ ഗ്രീൻ ആയിരിക്കും. ആൻഡ് ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് താഴെയാണ് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ വരുന്ന ബാർ റെഡ് ആയിരിക്കും. അതാണ് അവിടുത്തെ ആ ഒരു ബാറുകളുടെ കളർ. അത് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഗ്രീൻ ബാർ ആണ് ഇപ്പോൾ ഒരു ഗ്രീൻ ബാർ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ബൈയിങ് അല്ല കൂടുതൽ നടക്കുന്നത്, സെല്ലിങ്ങും അല്ല കൂടുതൽ നടക്കുന്നത്, അവിടെ കൂടുതൽ ട്രേഡ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അവിടെ ബൈയിങ് ആയിരിക്കാം, സെല്ലിങ് ആയിരിക്കാം, അവിടെ കൂടുതൽ ട്രേഡ്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, ബൈയിങ്ങും സെല്ലിങ്ങും രണ്ടും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ ഒരു കളറിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, ആ കളർ മാത്രം നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ മാറ്റാം. ഓക്കെ, ഇതിൽ ഈ വോളിയം ബാറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓപ്പൺ ആയിട്ട് വരും. ആൻഡ് നമുക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ രണ്ടും ഒരേപോലത്തെ കളറാക്കി ഇടാം. ഞാൻ രണ്ടും ഒരു ഗ്രേ കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്രോയിങ്ങും ഫോളിങ്ങും ഞാൻ ഗ്രേ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു കൺഫ്യൂഷൻ വരില്ല. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ റെഡ് ആയിട്ടുള്ള വോളിയം ബാർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ പ്രൈസ് താഴേക്ക് പോകാനാണ് പോകുന്നത് വിചാരിക്കും. ഗ്രീൻ ആയിട്ടുള്ള വോളിയം ബാർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത് വിചാരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് വോളിയം ബാറുകളും ഒരേ കളർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ വോളിയം MA എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ഓൺ ആക്കിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു ബ്ലൂ ലൈൻ വന്നിട്ടുണ്ട്, വോളിയത്തിൻ്റെ മേലെ ഒരു ബ്ലൂ ലൈൻ വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു എവറേജ് ആണ്. അതായത് തൊട്ട് മുൻപുള്ള 20 ടൈം ഫ്രെയിമിലെ വോളിയത്തിൻ്റെ ഒരു എവറേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ മൂവിങ് എവറേജിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ MA ലെങ്ത് 20 ആണ്. അപ്പോൾ ഇവിടെ വോളിയം MA ആണ്. അതായത് തൊട്ട് മുൻപുള്ള 20 വോളിയം ബാറുകളുടെ എവറേജ് പ്രൈസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈനിന് മേലെയാണ് ഈ ബാർ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു എവറേജിനേക്കാൾ മേലെ വോളിയം അവിടെ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാണ്ട് പറ്റുക. അതുപോലെ തന്നെ ഈ ബ്ലൂ ലൈനിനേക്കാളും താഴെയാണ് വോളിയം ബാർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എവറേജ് വോളിയം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ വോളിയം ബാർ എന്ന് പറയുന്നത് കൊണ്ട് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വോളിയം ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുക? സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ വോളിയം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്ട്രെങ്തി ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡാണെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ലൈവായിട്ടുള്ള ചാർട്ടിൽ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക? ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യം പറയാം. നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് വിചാരിക്കാം. പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്, പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും താഴേക്ക് വരുന്നുണ്ട്, വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഈ ഒരു പർട്ടിക്കുലർ ലെവലിന് മേലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അതിന് മേലേക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോക്കൺ ട്രേഡ് ചെയ്യാനായിട്ട് ആരുമില്ല. ഈ ഒരു ലെവലിന് മേലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന് മേലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് വീണ്ടും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന് മേലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് വീണ്ടും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ആൻഡ് എപ്പോഴെങ്കിലും ആളുകൾക്ക് ഇതിന് മേലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ഇൻട്രസ്റ്റ് വരികയാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ്. ആൻഡ് ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ വോളിയവും കയറി വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് ഇതിന് മേലേക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആർക്കും ട്രേഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന ഏരിയയാണ്. അങ്ങനെ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തിയപ്പോൾ അവിടെ കൂടുതൽ വോളിയം കയറി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രൈസ് ഇൻക്രീസസ്, വോളിയം ഇൻക്രീസസ്, അതൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള അപ് ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിനോടൊപ്പം തന്നെ വോളിയവും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് ഈ ഒരു പ്രൈസ് പോകുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നേരെ തിരിച്ചും സപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെ. അതായത് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് താഴേക്ക് വരുന്നു,
വീണ്ടും മേലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും മേലേക്ക് പോകുന്നു, വീണ്ടും താഴേക്ക് വരുന്നു. ഈ ഒരു ലെവലിന് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ഇതിന് താഴേക്ക് പ്രൈസ് ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോക്കൺ ട്രേഡ് ചെയ്യാനായിട്ട് ആർക്കും താല്പര്യമില്ല. വീണ്ടും താല്പര്യമില്ല, വീണ്ടും താല്പര്യമില്ല. ആൻഡ് എപ്പോഴെങ്കിലും താല്പര്യം വരികയാണ്, ഈ ഒരു ബ്രേക്ക് ഔട്ടോട് സംഭവിക്കുകയാണ്, അതോടൊപ്പം തന്നെ വോളിയവും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഈ ലെവലിന് താഴേക്ക് പ്രൈസ് ട്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ പ്രൈസ് ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്, എന്താ സംഭവിക്കുക, നല്ല രീതിയിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് ഈ ഒരു കാര്യം ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിക്കണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഈ ഒരു ലെവലിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തവണ സപ്പോർട്ട് എടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്, നമുക്കിത് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇവിടെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ വോളിയം ഇവിടെ പല തവണ കയറി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുക, ഈ ഒരു ലെവലിന് താഴേക്ക്, ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഇവിടെ ആരും കാണിക്കുന്നില്ല, ഇവിടെ ട്രേഡേഴ്സ് കാണിക്കുന്നില്ല. ആൻഡ് ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ ഇവിടെ വോളിയം കയറി വരുന്ന നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് സംഭവിച്ചപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള വോളിയം കയറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിന് താഴേക്ക് പ്രൈസ് വരുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. തൊട്ട് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള വോളിയം ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇവിടെ പ്രൈസ് ഈ ഒരു ലെവലിന് താഴേക്ക് ഇത്രയും നേരം ആരും ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്ന ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോൾ അവിടെ കൂടുതൽ പേര് അവിടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെ, പ്രൈസ് ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്, ഡൗൺ ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ വോളിയം, ലുക്ക് ഫോർ ഷോർട്ട് എൻട്രീസ്. ഓക്കെ, അതായത് ഇവിടെ പ്രൈസ് ഡിക്രീസ് ആവുന്നു, വോളിയം ഇൻക്രീസ് ആവുന്നു. സോ നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ സംഭവിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പ്രൈസ് ശക്തമായിട്ട് തന്നെ താഴേക്കാണ് പിന്നീട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ലൈവായിട്ടുള്ള മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് വോളിയം സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പിന്നീട് ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഒരു മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് കൂടി നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഈ ഒരു ചാർട്ടിൽ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മേലേക്ക് പ്രൈസിൻ്റെ കൊണ്ടുപോകാനായിട്ട് ആരും ഇതുവരെയായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. ആൻഡ് ഇവിടെ നമുക്ക് താഴെ വോളിയം കയറി വരുന്നത് കാണാൻ പറ്റുന്നത്, വളരെ ശക്തമായിട്ടുള്ള വോളിയം ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, ഇത്രയും നേരം ആരും ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരു ഏരിയയിലേക്ക് പ്രൈസ് കയറിയപ്പോൾ അവിടെ കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, കൂടുതൽ ആളുകൾ അവിടെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെ, പ്രൈസ് ഇൻക്രീസസ്, വോളിയം ഇൻക്രീസസ്, അപ് ട്രെൻഡ് സപ്പോർട്ടഡ് ബൈ വോളിയം, ലുക്ക് ഫോർ ലോങ് എൻട്രീസ്. അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ആൻഡ് ഇതിന് ശേഷം ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം പിന്നീട് പ്രൈസ് പോയിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. പ്രൈസ് പിന്നീട് മുകളിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള ഈ ഒരു തിയറി പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ് നമ്മൾ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ടേബിൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് വോളിയത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. വോളിയം വെച്ചുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ വോളിയം നോക്കിക്കൊണ്ട് നമുക്ക് മാർക്കറ്റിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഈ ഒരു രീതിയിലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ വോളിയം എന്താണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമുക്കത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് വോളിയത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം തന്നെ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ വാട്സപ്പിൻ്റെയും ഡിസ്കോഡിൻ്റെയും എല്ലാം തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.